രൺവീർ സിംഗിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ സിനിമയുടെ രണ്ടാം ഭാഗം ദ റിവെഞ്ച് എന്ന സിനിമ. ഒരേ സമയത്ത് മലയാളത്തിലും തമിഴിലും ഹിന്ദി, കന്നഡ, തെലുങ്ക് ഒരേ ഭാഷകളിലെ സിനിമ ഡബ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം സിനിമ റിലീസിന് വരുന്ന. സിനിമയുടെ ആദ്യ ഭാഗം വലിയൊരു റെസ്പോൺസ് തന്നെയാണ് ഓൾ ഓവർ ഇന്ത്യയിൽ സിനിമയ്ക്ക് ലഭിച്ചത്. അതും ഒരു അണ്ടർ റേറ്റഡ് ആയ എ റേറ്റഡ് സിനിമയ്ക്കാണ് ഈ ഒരു കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് 1000 കോടിയുടെ മുകളിൽ തന്നെ സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിച്ചത് ഫൈനലായിട്ട്. ഇപ്പോഴും പല തിയേറ്ററുകളിൽ സിനിമ റണ്ണിങ് ചെയ്യുന്നുണ്ട് സിനിമയുടെ ആദ്യ ഭാഗം റിലീസിന് മുമ്പായിട്ട് തന്നെയായിട്ട്. എന്തായാലും പടത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ പരിശോധിക്കാം നമുക്ക്. നിലവിലെ മാർച്ച് മാസം 16 രാവിലെ 10 മണി വരെയുള്ള ട്രാക്കിംഗ് ആണ് സംസാരിക്കാൻ പോകുന്നത്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. എന്തായാലും ദുരന്തർ സിനിമ ഈ വരുന്ന മാർച്ച് 19 റിലീസ് വരുന്നത്. പാൻ ഇന്ത്യൻ ലെവൽ തന്നെയാണ്. സിനിമയ്ക്ക് GCC കൺട്രീസിലൊക്കെ ഓൾമോസ്റ്റ് ബാൻ ഉണ്ടായതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് യുദ്ധം നടന്നാലും യുദ്ധം നടന്നില്ലെങ്കിലും ഒന്നും ബാധകമല്ല. എന്നാൽ പോലും സിനിമയുടെ കളക്ഷൻ കൂടുതലും ഇന്ത്യയിൽ നിന്നാണ് ടാർഗറ്റ് ചെയ്ത് വരുന്നത്. എന്തായാലും കളക്ഷൻ നോക്കാം നമുക്ക്. നിലവിലെ സിനിമയുടെ പ്രീസെയിൽ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയുടെ മഹാരാഷ്ട്ര കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. മഹാരാഷ്ട്രയിലെ സിനിമയ്ക്ക് 13,01,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി ഡൽഹി UP സ്ഥലത്താണ്. ഡൽഹിയിലും UPയിലും ഒരുമിച്ച് ഓൾമോസ്റ്റ് 9,60,00,000 കളക്ഷൻ. കർണാടകയിലെ 7,03,00,000. തെലുങ്കിലെ സിനിമയ്ക്ക് 5,02,00,000. ഗുജറാത്ത് സിനിമയ്ക്ക് 3,55,00,000. രാജസ്ഥാന് 1,35,00,000. തമിഴ്നാട് 2,20,00,000. വെസ്റ്റ് ബംഗാൾ 2,07,00,000. പഞ്ചാബ് 1,10,00,000. അങ്ങനെ കേരളം ഓൾമോസ്റ്റ് 1,11,00,000 അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ. പിന്നെ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റിലൊക്കെ ഓൾമോസ്റ്റ് 4,86,00,000. അങ്ങനെ ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തത് 50,90,00,000. ഇനി നമ്മുടെ ഓവർസീസ് ആണ്. ഓൾമോസ്റ്റ് നോർത്ത് അമേരിക്ക, റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഓവർസീസിലെ സിനിമയ്ക്ക് ഇതുവരെ ആയിട്ട് 28,66,00,000. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് പ്രീസെയിൽ ആയിട്ട് റിലീസിന് മുമ്പായിട്ട് തന്നെ 79,56,00,000. എന്തായാലും നല്ലൊരു കളക്ഷനിലോട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഈ വരുന്ന 18 മാർച്ച് സിനിമേന്റെ പെയ്ഡ് പ്രീമിയർ ഷോസ് ഉണ്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തുമായിട്ട്. കേരളത്തിലാണെങ്കിൽ കൊച്ചിയിലൊക്കെ സിനിമയ്ക്ക് പെയ്ഡ് പ്രീമിയർ ഷോസ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് കേരളത്തിൽ പലയിടങ്ങളിലും സിനിമയ്ക്ക് പെയ്ഡ് പ്രീമിയർ ഷോ വരുന്നുണ്ട്. അങ്ങനെ തന്നെ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കളക്ഷനിൽ കാണുന്നത് ഈ ഒരു പ്രീസെയിലൂടെ തന്നെയായിട്ട്. എന്തായാലും വലിയൊരു പ്രീസെയിൽ വീക്കെൻഡ് തന്നെയാണ് സിനിമയ്ക്ക് വരാൻ പോകുന്നത്. ആദ്യ ദിവസം വേൾഡ് വൈഡ് എന്തായാലും 150 കോടിയുടെ മുകളിൽ വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട്. അതും GCC കൺട്രീസ് ഇല്ലാതെ തന്നെയായിട്ട്. എന്തായാലും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഓൾ ടൈം ഹയസ്റ്റ് അഡ്വാൻസ് ബുക്കിംഗ് തന്നെയാണ് വരാൻ പോകുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. എന്തായാലും വേൾഡ് വൈഡ് 200 കോടിയുടെ മുകളിൽ വരെ സിനിമയ്ക്ക് ഓപ്പണിംഗ് ലഭിക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. കാരണം അതുപോലെയാണ് സിനിമ ടിക്കറ്റ് വിറ്റ് പോകുന്നത്. എന്തായാലും കഴിഞ്ഞ 3-5 മണിക്കൂറിലൊക്കെ ആയിട്ട് സിനിമയ്ക്ക് നല്ലൊരു ടിക്കറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു 18+ സിനിമയാണ്, അല്ലെങ്കിൽ എ റേറ്റഡ് സിനിമയ്ക്കാണ് ഇത്രയും നല്ലൊരു ബുക്കിംഗ് കാണാൻ സാധിക്കുന്നതും GCCയിൽ റിലീസ് കുറഞ്ഞിട്ടാണെങ്കിൽ പോലും. എന്തായാലും ദുരന്തർ 2 എന്ന സിനിമ ഓൾമോസ്റ്റ് ഫൈനലായിട്ട് ഇപ്രാവശ്യം വേൾഡ് വൈഡ് 2,000 കോടി നേടിയെടുത്താൽ പോലും അത്ഭുതമൊന്നുമില്ല. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് 2,000 കോടി നേടിയെടുക്കുമോ ഇല്ലയോ എന്ന്. കാത്തിരിക്കാൻ ചെയ്യുക കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. പക്ഷേ എല്ലാവരും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ഡിവിഷനിൽ. കാത്തിരിക്കാൻ ചെയ്യാൻ നമുക്ക് ദുരന്തർ സിനിമേന്റെ ദ റിവെഞ്ച് എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിനായിട്ട്.